നമസ്കാരം. മാസപ്പടി കേസിൽ CMRL ഹർജി ഇന്ന് പരിഗണിക്കും. നമുക്കറിയാം, SFIയോട് തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക. ഉച്ചയ്ക്ക് 2:30 ഹർജികളിൽ വാദം കേൾക്കുക. ഹർജിയിൽ SFIയോക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച മാസപ്പടി കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കുറ്റപത്രം വന്നിരുന്നു. അതായത് സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും CMRL MD ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRLനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തിയത്. നമുക്കറിയാം, ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. അതോടൊപ്പം തന്നെ അധികാരവും പണവും ഒക്കെ ഉപയോഗിച്ച് ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച ഒരു കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി കാര്യ ചട്ടം അനുസരിച്ച് 447 വകുപ്പ് ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിൻ്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. അത്രയധികം ഗൗരവതരമായ ഒരു കേസ് തന്നെയാണിത്. കാരണം 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം ഇതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതായത് ഇത് ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇത് പലപ്പോഴും നമുക്കറിയാം, ഇത് പ്രതിപക്ഷം നിയമസഭയിലടക്കം വലിയ ആയുധമാക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നിരന്തരം വേട്ടയാടുന്നുവെന്ന് CPM അവകാശപ്പെടുമ്പോൾ കോൺഗ്രസും BJPയും ഒക്കെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഇതിലൊരു വ്യക്തത വരാത്തത്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഈ ഒരു രീതിയിലേക്ക് പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ വ്യക്തത വേണം, അല്ലെങ്കിൽ ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. ഏതായാലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതിയും നൽകിയ സാഹചര്യം നിലനിൽക്കുന്നു. അത് ഏറെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകൾ തുടങ്ങും. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. അങ്ങനെ നിരവധി ദുർഘടമായ അവസ്ഥയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയത്. പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട് പോലും മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നിയമസഭയിൽ അദ്ദേഹം വികാരധീനനായി സംസാരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. VD സതീശൻ അടക്കമുള്ളവർ വിഷയം എടുത്തിടുകയും അതിനെക്കുറിച്ച് നിയമസഭയിൽ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തും ഒക്കെ ഇത്തരത്തിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരുന്നു. എക്സാലോജിക് MD വീണ വിജയന് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് MD ശരൺ S കർത്ത, CMRL GGM ഫിനാൻസ് P സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ CFO K സുരേഷ് കുമാർ, CMRLന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ KA സംഗീത് കുമാർ, അതോടൊപ്പം തന്നെ AK മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ശശിധരൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 പുറമെ കൂടുതൽ വകുപ്പുകളും ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏത് തരത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ നിയമവിദഗ്ധർ പോലും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം കേസ് ഈ പറഞ്ഞതുപോലെ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SFIOയുടെ 166 പേജുള്ള കുറ്റപത്രം, അതായത് 166 പേജുകളാണ് ഈ കുറ്റപത്രത്തിനുള്ളത്. 166 പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL നൽകിയത് 182 കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ കാണിക്കുന്നത്. ഇത് ധാരാളം കള്ളക്കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. 182 കോടി, അതായത് CMRL നൽകിയത്, അതായത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കള്ളക്കണക്കുണ്ടാക്കി നൽകിയതാണ് ഇത്തരത്തിൽ 182 കോടി. അപ്പോൾ അത്രയധികം വലിയൊരു തുക തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അതാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല. അതാണ് മറ്റൊരു എല്ലാവരെയും ആകാംക്ഷയോടെ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം. കാരണം രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഇതിലുണ്ടെന്ന് പറയുമ്പോഴും ആരൊക്കെയാണ് പണം നൽകിയതെന്നുള്ള വിവരം ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്
വാസ്തവം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മൊത്തം 1.72 കോടി രൂപ CMRL നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഘടകം കൂടിയാണിത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ വീണയ്ക്കും എക്സാലോജിക്കിനും കിട്ടിയത് 2.70 കോടി രൂപയാണെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. അത് സേവനം ലഭ്യമല്ലാതെ ലഭിച്ച തുക, അതായത് വീണയ്ക്കും എക്സാലോജിക്കിനും കൂടി ലഭിച്ച തുകയാണ് ഇത്തരത്തിൽ 2.70 കോടി രൂപ. അത് SFIOയുടെ കണ്ടെത്തലാണ്. CMRL നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത്. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നത്. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് അനധികൃതമായി 13 കോടി രൂപയാണ് കമ്മീഷൻ നൽകിയത്. അതായത് ഈ കമ്മീഷൻ പോലും ഇത്തരത്തിൽ വലിയ തുകയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 13 കോടി രൂപ അടക്കം കമ്മീഷൻ നൽകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ശശിധരൻ കർത്തയുടെ ഇതിലെ പങ്ക് വളരെ വലുതാണ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLAയും കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബുവും നൽകിയ ഹർജികൾ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയ തുടർ ചർച്ചകളൊക്കെ നടന്നിരുന്നു. രാഷ്ട്രീയ നേതാക്കളടക്കം, കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇനിയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇത് വെറുതെ വിടാൻ കഴിയുന്ന ഒന്നല്ല. ഇതിൽ കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്, കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ പോരാട്ടങ്ങളുമായി, അതിന് എവിടെ വരെ പോയാലും ആ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടനും പറഞ്ഞിരിക്കുന്നത്. മാത്യു കുഴൽനാടന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്ന സാഹചര്യം ഉണ്ടായി. മാത്യു കുഴൽനാടനെയും ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തു നിന്നും മാത്യു കുഴൽനാടനെതിരെയും വലിയ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഹർജികൾ കഴിഞ്ഞ ദിവസം തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇനി കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. തുടർന്ന് റിവിഷൻ ഹർജി നൽകുകയായിരുന്നു. എന്നാൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ളവരെ എതിർകക്ഷികളാക്കിയായിരുന്നു മാത്യു കുഴൽനാടൻ ഈ ഹർജി സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി CMRL നിന്ന് മാസപ്പടി വാങ്ങിയെന്നായിരുന്നു വാദം. വീണയുടെ കമ്പനി 1.72 കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നുമായിരുന്നു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ വീണ വിജയനെ രാഷ്ട്രീയ വിരോധം മൂലം കേസിലേക്ക് വലിച്ചിഴച്ചതെന്നായിരുന്നു അഭിഭാഷകന്റെ വാദം. CMRL എക്സാലോജിക് ഇടപാടിൽ 185 കോടിയുടെ അഴിമതി നടന്നെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. SFIO നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം കണ്ടെത്തിയതായി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച വാദത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. അഴിമതി കണ്ടെത്തിയെന്ന് ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും ഇന്ന് മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള CMRL ഹർജി ഇന്ന് ഉച്ചയ്ക്ക് പരിഗണിക്കും. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസും അയച്ചിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് ആ ഒരു നടപടികൾക്ക് ശേഷം കാണാം.